പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പേജ് നമ്പർ 9 കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളുടെ വർഗം കാണുക. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ 16, രണ്ടാമത്തെ ചോദ്യം 17, മൂന്നാമത്തെ 18. 16, 17, 18 ഈ സംഖ്യകളുടെ വർഗം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ എന്താണ് ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 16ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 16ന്റെ വർഗമാണ് കണ്ടുപിടിക്കേണ്ടത്. 16 ഘാതം 2 അതിനെ 2 ഭാഗങ്ങളാക്കുന്നുണ്ട്. 10 + 6, 10 + 6 അല്ലേ 16. അപ്പം ഘാതം 2. നമുക്ക് ഇതെങ്ങനെയാണ് നേരത്തെ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? 10 ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 10 ഗുണിക്കണം 6 കൂട്ടണം 6 ഘാതം 2. ഇങ്ങനെയല്ലേ? ഇതല്ലേ നമ്മൾ ബോക്സ് രീതിയിൽ അല്ലെങ്കിൽ ചതുര ഗുണിതത്തിലൂടെ കണ്ടുപിടിച്ചത്. ഇതെന്ത് വരും? 10 ഘാതം 2 എന്ന് പറഞ്ഞാൽ 100. കൂട്ടണം 2 ഗുണിക്കണം 10 ഗുണിക്കണം 6. 2 ഗുണിക്കണം 10 20. 20 ഗുണിക്കണം 6 120. കൂട്ടണം 6 ഗുണിക്കണം 6 എത്രയാണ്? 36. എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും നോക്കാം അല്ലേ? 100 കൂട്ടണം 120 കൂട്ടണം 36. 0 0 6. 0 0 കൂട്ടിയ 0 കൂട്ടണം 6 6. 0 കൂട്ടണം 2 കൂട്ടണം 3 5 ആണ് ഉത്തരം. ഒന്നും കൂടി കൂട്ടിയാൽ 2. നമ്മളെ ഉത്തരം എത്ര കിട്ടി? 256. അപ്പോൾ 16 ഘാതം 2 അല്ലെങ്കിൽ 16ന്റെ വർഗം എത്രയാണ്? 256 ആണ്. ക്ലിയർ അല്ലേ? അതായത് നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണ്? 17 ഘാതം 2 അല്ലേ? 17 ഘാതം 2 എങ്ങനെ ചെയ്യാം? നമുക്ക് 10 കൂട്ടണം 7 ഘാതം 2 എന്ന് എഴുതാം അല്ലേ? 10 കൂട്ടണം 7 ഘാതം 2. 10 കൂട്ടണം 7 ഘാതം 2 എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ചതുരഗുണിതത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നുകൂടി വേണമെങ്കിൽ ചെയ്യാം. ചതുരഗുണിതത്തിൽ ചെയ്യണമെന്നൊന്നുമില്ല, എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടിയാൽ മതി. ഇപ്പോൾ നമുക്ക് 10 എഴുതാം, ഇവിടെ 7 എഴുതാം, ഇവിടെ 10 എഴുതാം, ഇവിടെ എഴുതാം. 10 ഗുണം 10 100. 10 ഗുണം 7 70 അല്ലേ? 7 ഗുണം 10 എത്രയാണ്? 70. 7 ഗുണം 7 49 അല്ലേ? എല്ലാം കൂടിയാൽ എത്ര കിട്ടും? ഇവിടെ ഒരു 170 ഉണ്ട്, ഇവിടെ 70, 49 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 119. എത്രയായി? 0 കൂട്ടണം 9 9. 7 1 8. 1 1 2. 289 ആണ് ഉത്തരം വരുന്നത് അല്ലേ? അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാൻ പറ്റും? 10 ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം അല്ലേ? ഇവിടെ ഒരു 70 ഉണ്ട്, ഇവിടെ ഒരു 70 ഉണ്ട്. അതെങ്ങനെയാണ് കിട്ടിയത്? 2 ഗുണിക്കണം 10 ഗുണിക്കണം 7 കൂട്ടണം 7 ഗുണിക്കണം 7. എത്ര വരും? 10 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 10 ഘാതം 2 ആണ്. 10 ഗുണിക്കണം 10. 10 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 100. 2 ഗുണിക്കണം 10 ഗുണിക്കണം 70 അല്ല 7. അപ്പോൾ 2 ഗുണിക്കണം 10 20. 20 ഗുണിക്കണം 7 140 പ്ലസ് 49. എല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 100 കൂട്ടണം 140 കൂട്ടണം 49. 0 0 പ്ലസ് 9 ആകുമ്പോൾ 9. ഇവിടെ 4 4 8. 1 1 2. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ എത്രയാണ്? 289. ക്ലിയർ അല്ലേ? അതിൽ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? 18 ഘാതം 2 അല്ലേ? നമുക്ക് 18 ഘാതം 2 എന്ത് ചെയ്യാം? 10 കൂട്ടണം 8 ഘാതം 2 എന്ന് എഴുതാം അല്ലേ? ഇവിടെ നമുക്ക് ചതുരഗണിത രീതിയിൽ തന്നെ ആവണമെന്നൊന്നുമില്ല, എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. ചതുരഗണിത രീതിയിലും ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. ഞാൻ എന്ത് എഴുതുന്നുണ്ട് ഇവിടെ? ഡയറക്റ്റായിട്ട് ഉത്തരത്തിലെത്തുന്നുണ്ട്. 10 ഘാതം 2 കൂട്ടണം 2 ഗുണിക്കണം 10 ഗുണിക്കണം 8 അല്ലേ? കൂട്ടണം 8 ഘാതം 2. 10 ഘാതം 2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 100. 2 ഗുണിക്കണം 10 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ 160. 8 ഗുണിക്കണം 8 64 അല്ലേ? അപ്പം എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 100 കൂട്ടണം
160 കൂട്ടണം 64 എത്ര വരും? 0 0 4 4 6 6 12 2 ശിഷ്ടം 1 1 1 2 ഈ ശിഷ്ടം കൂടി കൂട്ടിയാൽ 3 324. അപ്പം 18 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 324 മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ?